എന്താ പാറു? കണ്ണാടിയില് മറ്റാരെയോ കണ്ടതുപോലെ നീ പകച്ചു നിൽക്കുന്നേ. നീ ആരാ? അതെന്ത് ചോദ്യ പാറു? ഞാൻ നീയാ. നീ ഞാനുമാണ്. നിനക്ക് നിന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ? ഡോക്ടർ ആശുപത്രിയിൽ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് തോന്നി തുടങ്ങിയല്ലേ? എനിക്കോ? ഒരിക്കലുമില്ല. എനിക്കങ്ങനെ ഒരു സംശയവും ഇല്ല. നീ നുണ പറയാ. ആ സംശയം ഉള്ളതുകൊണ്ടല്ലേ എന്റെ മുന്നില് കണ്ണീരോടെ നീ നിൽക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ജനകന്റെ മകളാ. ഞാൻ കാരണം ഒരിക്കലും എന്റെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെന്തിനാ മീരയോടും ജനിയോടും നുണ പറഞ്ഞത്? ഞാനൊരു നുണയും പറഞ്ഞിട്ടില്ല. സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡോക്ടർ പറഞ്ഞത് നുണയാന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത്. അല്ല, നീ പഴയ പാറു അല്ല. സത്യം നിന്റെ ഭാഗത്താണെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നീ ഇതിലും ധൈര്യത്തോടെ സംസാരിച്ചേനെ. നിന്റെ മുഖത്ത് പേടിയുണ്ട്. നിന്റെ ശബ്ദം ഇടറുന്നുണ്ട്. നിന്റെ കണ്ണുകളിൽ കുറ്റബോധം നിഴലിക്കുന്നുണ്ട്. എനിക്കെന്തിനാ കുറ്റബോധം തോന്നുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? നീയാ എന്നെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നേ. നീ പോ. ഞാൻ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നോ? അതിന് നിനക്ക് എന്താ നടക്കുന്നതെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ഡോക്ടർക്ക് നീ ഗർഭിണിയാണെന്ന് നുണ പറയേണ്ട എന്താവശ്യമുള്ളത്? ഒരു കാരണമില്ലാതെയാണോ ഇത്രയും ദിവസമായിട്ടും നിനക്ക് തലചുറ്റലും ഛർദിയും ഒക്കെ ഉണ്ടാവുന്നത്? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കുളി തെറ്റിയിട്ട് കുറേ ആയില്ലേ? ഡോക്ടർ പറഞ്ഞത് സത്യമാണ്. അല്ല, അത് നുണയാ. സത്യമാണ്. അല്ല അല്ല അല്ല, ഡോക്ടർ പറഞ്ഞത് സത്യം. നീ ഗർഭിണിയാണ്. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഇതെല്ലാം നുണയാ. ഞാനത് വിശ്വസിക്കില്ല. എനിക്കൊരു കുഴപ്പമില്ല. പാറു,